الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം സൂക്ഷിച്ച് പാലിച്ച് തഖ്വ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ജീവിക്കുവാനും മരണാനന്തരം പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സ്വഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധയാത്രയിലായിരുന്നു. ഓരോ കയറ്റവും ഇറക്കവും വരുമ്പോൾ ഞങ്ങൾ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുമായിരുന്നു. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾ വിളിക്കുന്നത് കാണുന്ന കേൾക്കുന്ന സമീഉം ബസീറുമായ അല്ലാഹുവിനെയാണ്. നിങ്ങൾ വിളിക്കുന്ന പടച്ചറബ് ഒരിക്കലും ബധിരനല്ല, അവൻ കേൾവിയില്ലാത്തവനല്ല. ഇന്നല്ലദീ തദഊനഹു അഖറബു ഇലാ അഹദികും മിൻ ഉനുഖി റാഹിലതികും, നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ വാഹനത്തിന്റെ കഴുത്ത് അതും നിങ്ങളുമായി എത്ര ബന്ധമുണ്ടോ, എത്ര അടുത്താണോ, അതിനേക്കാൾ നിങ്ങളുമായി അടുത്തുള്ള ഒരാളെയാണ്, ഒരു റബ്ബിനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അതുകൊണ്ട് ആർത്ത് വിളിക്കേണ്ടതില്ല, ധൃതി കാണിക്കേണ്ടതില്ല, ആധിയുണ്ടാകേണ്ടതില്ല. അല്ലാഹു നിങ്ങളുമായി ഏറ്റവും അടുത്തവനാണ്. അല്ലാഹു നിങ്ങളുമായി ഏറ്റവും അടുത്തവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അവന്റെ ദാത്തുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നല്ല. അതൊരിക്കലും അല്ലാഹുവിന് യോജിച്ചതുമല്ല. നാം ചവിട്ടുന്ന, നാം എറിയുന്ന, നാം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഈ ഇടത്തിൽ വസിക്കാൻ മാത്രം നിസാരനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ലാ തഖാഫാ ഇന്നനി മഅകുമാ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഹാറൂനിനോടും അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോവുക, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ട. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്. അസ്മഉ വ അറാ, എങ്ങനെയാണ് ആ കൂടെയുള്ളത്? ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അള്ളാഹു നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണെന്ന് പറയുമ്പോൾ
നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹു അവന്റെ ദാത്തുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നല്ല. ദാത്തുകൊണ്ട് അർ-റഹ്മാനു അലൽ അർശിസ്തവ, ഈ പ്രപഞ്ചത്തിന്റെ ഉച്ചിയിൽ പടച്ച റബ്ബിന്റെ അർശിൽ ഇസ്തിവ ചെയ്യപ്പെട്ട നിലക്കാണ് അള്ളാഹു ഉള്ളത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തിനുപരിയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളെയും തദ്ബീർ നടത്തുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സിഫാത്ത് കൊണ്ട്, അവന്റെ അഫ്ആൽ കൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു എല്ലാവരെയും വീക്ഷിക്കുന്നു, അറിയുന്നു, നോക്കുന്നു, കാണുന്നു. അവരുടെ ഏറ്റവും ഖരീബായ നിലക്ക് പടച്ച റബ്ബ് റഖീബാണ്, സൂക്ഷ്മ നിരീക്ഷകനാണ്. എന്നാൽ അവനെ ആരാധിക്കുന്ന, അവന് വഴിപ്പെടുന്ന, അവനെ പ്രാർത്ഥിക്കുന്ന, അവനിൽ അഭയം പ്രാപിക്കുന്ന, അവനിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആളുകളുമായിട്ടോ അവൻ ഏറ്റവും അടുത്തുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ചോദിച്ചു, പ്രവാചകരെ, അല്ലാഹു വിദൂരത്താണോ? എങ്കിൽ ഞങ്ങൾ അവനെ വിളിക്കണം. അല്ലാഹു ഏറ്റവും ഖരീബാണോ? എങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹുവിനോട് മുനാജാത്ത് നടത്തണം. ദൂരെയുള്ളവനെയാണ് ഉച്ചത്തിൽ വിളിക്കേണ്ടത്. അടുത്തുള്ളവനാണെങ്കിൽ ഞങ്ങൾക്ക് അവനുമായിട്ട് മുനാജാത്ത് നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വല്യുമിനു ബി ലഅല്ലഹും യർഷദൂൻ. എന്റെ ദാസന്മാർ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ പറയുക, ഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട്, ഞാൻ അവരുടെ അടുത്തുണ്ട്. എന്റെ കേൾവിയും എന്റെ കാഴ്ചയും എന്റെ നിരീക്ഷണവും എന്റെ അറിവും എന്റെ കഴിവും അവരുടെ തൊട്ട് സാമീപ്യത്തുണ്ട്. അതുകൊണ്ട് അവർ ആർത്ത് വിളിക്കാത്ത വിധം തന്നെ മനസ്സുകൊണ്ട് മന്ത്രിച്ചാൽ പോലും ഞാൻ അറിയും. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യന്റെ നഫ്സ് നടത്തുന്ന ആ വസ്വാസ്, ആ അവന്റെ മനസ്സിന്റെ തോന്നലുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഒരു നാമമാണ് അൽ ഖരീബ്, അവൻ ഏറ്റവും സമീപസ്ഥനാണ് എന്നത്. ആ ഖരീബുള്ള, ഏറ്റവും അടുത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനിലേക്ക് അടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനുമായി അടുത്താൽ, അങ്ങനെ അവനോട് ചോദിച്ചാൽ അതിനുള്ള പ്രതിഫലവും അതിന്റെ പരിഗണനയും അതിന്റെ മാഹാത്മ്യവും നമ്മെ വളരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിങ്ങൾ ഒരു ചാണെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്കൊരു മുഴമെടുക്കും. നിങ്ങൾ അവനിലേക്കൊരു മുഴമെടുത്താൽ അവൻ നിങ്ങളിലേക്കൊരു മാറെടുക്കും. നിങ്ങൾ അവനിലേക്ക് നടന്നെടുത്താൽ അവൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം, തഖർറുബ്, ഖുർബത്ത്, അത് നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ഒരു ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശങ്കയുണ്ടാവുകയില്ല, ഭയമുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള വഴികൾ എന്താണ്? ഇന്ന് വലിയൊരു കച്ചവടമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മേഖല എന്ന് പറയുന്നത്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ കുറെ ആളുകൾ അവർ കസേരയിട്ട് പച്ചപുതച്ചിരിക്കുകയാണ്. ആളുകൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു, അവരിൽ നിന്ന് ബറക്കത്ത് ലഭിക്കാൻ, അവരിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാൻ. മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളുടെ അടുക്കലേക്ക് ആളുകൾ പണം ചിലവഴിച്ച്, സമയം വിനിയോഗിച്ച് വിവിധങ്ങളായ ജാറങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? അവരിലൂടെയാണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് എന്നതാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ മഹാന്മാരുടെ, അത് പ്രവാചകന്മാരാകട്ടെ, അല്ലെങ്കിൽ വലിയ വലിയ മഹത്തുക്കളാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകളോട് പോലും വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് ന്യായമായിട്ട് പറയുന്നത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ലാത്തയെയും മസ്സയെയും മനാത്തയെയും വിളിച്ചു പ്രാർത്ഥിച്ച, വദ്ദിനെയും സുവാഇനെയും യഊസിനെയും യഊഖിനെയും വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ ന്യായമായിട്ട് പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു അവരോടാണ് ചോദിച്ചത്, വമൻ അദല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട്? അല്ലാഹുവിന് പുറമെ ഒരിക്കലും ഉത്തരം നൽകാത്തവരെ, ഒരിക്കലും ഉപദ്രവങ്ങൾ ചെയ്യാൻ കഴിയാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും ദുർബലനായവൻ, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് ആരോടാണ്? മക്കയിലെ മുശ്രിക്കുകളോടാണെങ്കിൽ ഈ മക്കയിലെ മുശ്രിക്കുകൾ ആരെയാണ് ഇടയിൽ നിർത്തിയത്? മഹാന്മാരായ ആളുകളെയായിരുന്നു എന്നതും അവരുടെ ബഹുമാനാദരവ് കാരണത്താൽ അവരുടെ കബറിടങ്ങളിൽ പോയി അവർ ആരാധന നിർവഹിച്ചു എന്നതും പിന്നീട് ആ ബഹുമാനം വർദ്ധിച്ചപ്പോൾ
പിശാച് അവരോട് അവരുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ നിർബന്ധിച്ചു എന്നതും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതിനു ശേഷം അവർ അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് തന്നെ ചോദിക്കാൻ തുടങ്ങി എന്നതും ചരിത്രത്തിൽ പച്ചയായി സ്വഹാബത്തുൾപ്പെടെയുള്ള ആളുകൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ സഹോദരന്മാരെ, അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം ഒരിക്കലും അത്തരം വഴികളല്ലെന്നത് നാം മനസ്സിലാക്കണം. ഇന്നാലിനെ ആളുകളുടെ സ്ഥാനം കൊണ്ട്, അവരുടെ പദവി കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട്, അവർക്ക് നിന്റെ അടുത്തുള്ള ആ ഒരു ഓഹരി കൊണ്ട്, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണമേ, ഞങ്ങൾക്ക് നീ മക്കളെ നൽകണമേ, ഞങ്ങളുടെ രോഗം നീ മാറ്റിത്തരണമേ എന്നിത്യാദി പ്രാർത്ഥനകൾ ഇസ്ലാമിൽ ഒരിക്കലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പ്രാർത്ഥനയാണ്. ദണ്ണംബബ വസൂരിയും മറ്റുള്ള ദീനമടങ്കലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, വസൂരി പോലുള്ള കോളറ പോലുള്ള രോഗങ്ങൾ വന്നു ഭവിച്ചാൽ എന്ത് ചെയ്യണം? ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ഇതൊരിക്കലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല ഇത്തരം ഒരു പ്രാർത്ഥന. ബദരീങ്ങൾ എന്ന് പറയുന്ന 300 ചില്ലാനം സ്വഹാബത്തിൽ 115-ലധികം സ്വഹാബത്ത് മരണപ്പെട്ടു പോയത്, അല്ലെങ്കിൽ 150-ലധികം സ്വഹാബത്ത് മരണപ്പെട്ടു പോയത് മറ്റുള്ളവരുടെ കൈകൾ കൊണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടും മാറാ രോഗങ്ങൾ ബാധിച്ചിട്ടുമാണ്. അവരുടെ കൂട്ടത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പോലെയുള്ള, ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള, മുആദ് ഇബ്നു ജബലും അദ്ദേഹത്തിന്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ മരിച്ചത് കോളറ ബാധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട തരത്തിലുള്ള രോഗം വസൂരി ബാധിച്ചിട്ടാണ് എന്ന് ചരിത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, എത്ര വലിയ പ്ലേഗ് ബാധിച്ചിട്ടാണ് മരിച്ചത് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയുടെ നിരർത്ഥകത എത്രത്തോളം ആണ് എന്നത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുന്ന ആളുകളോട് എനിക്ക് വെറുപ്പാണ് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി ഒരിക്കലും ഇത്തരം കാര്യങ്ങളല്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മാർഗങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, അൽ വസീല യഅനി ഐ അൽ ഖുർബ, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഈ വിശുദ്ധ വചനത്തിന്റെ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഈ വസീലയുടെ അർത്ഥം എന്താണ്? വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ അവർ പടച്ചറബിലേക്ക് അടുക്കാനുള്ള വസീല സ്വീകരിക്കുന്നവരാണ്. ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി കേൾപ്പിച്ച പ്രവാചകൻ, ഇത് ഓതി കേട്ട സ്വഹാബത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ എന്തു വഴിയാണ് സ്വീകരിച്ചത്? അവർ കെട്ടിപ്പൊക്കിയ ഒരു ജാറം, ഒരു ഖബർ അവിടെയുണ്ടോ? അവർ വാഴ്ത്തിപ്പുകയറ്റിയ ഒരു മഹാൻ അവിടെയുണ്ടോ? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തരത്തിലുള്ള ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ താബിഈകളുടെ തബഉ താബിഈകളുടെ ചരിത്രത്തിൽ നമ്മൾ എവിടെയാണ് കാണുന്നത്? ഒരിക്കൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി, മതം പഠിപ്പിച്ച വഴി എന്താണ് എന്ന് നാം പഠിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത്തെ കാര്യം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അല്ലാഹുക്ക് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, നിങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടാനുള്ള ഒന്നാമത്തെ വഴി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കലാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യ് യാ ഖയ്യൂം, അല്ലാഹുവിന്റെ ഇസ്മുല്ലാഹിൽ അഅ്സം എന്ന് പറഞ്ഞ വിശേഷിപ്പിച്ച നാമമാണ് ഹയ്യും ഖയ്യൂമും. ഇദാ ദുഇയ ബിഹി അജാബ്, അതുകൊണ്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് നാമങ്ങളാണ് ഹയ്യും ഖയ്യൂമും. ആ ഹയ്യും ഖയ്യൂമും വെച്ച് പ്രാർത്ഥിക്കുകയാണ്. യാ ഹയ്യ് യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി കുല്ലഹു, അല്ലാഹുവേ എന്റെ എല്ലാ കാര്യം നീ നന്നാക്കി തരണമേ, കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിക്കല്ലേ. ഹയ്യും ഖയ്യൂമുമായവനെ, നിന്റെ റഹ്മത്തിന് മുന്നിൽ വെച്ച് ഞാനിതാ നിന്നോട് സഹായം തേടുന്നു എന്നാണ്. ആ പ്രാർത്ഥനയിൽ രണ്ടും വന്നു. അല്ലാഹുവിന്റെ നാമവും വന്നു, അല്ലാഹുവിന്റെ സിഫത്തും വന്നു. റഹ്മത്ത് എന്നത് അല്ലാഹുവിന്റെ സിഫത്താണ്, ഹയ്യും ഖയ്യൂമും എന്നത് അല്ലാഹുവിന്റെ നാമമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കലാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക് ഔ അല്ലംതഹു ഫീ കിതാബിക്. നമുക്കറിയാം, പ്രയാസം ബാധിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫീയ ഹുക്മുക അദ്ലുൻ ഫീയ ഖളാഉക എന്ന് തുടങ്ങുന്ന അല്പം
സുദീർഘമായ പ്രാർത്ഥനയുടെ മധ്യഭാഗത്ത് ചോദിക്കുന്നത്, അല്ലാഹുവേ, നിന്റെ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, നിന്റെ എല്ലാ നാമങ്ങളും അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, നിനക്കായി നീ നിശ്ചയിച്ച നിന്റെ എല്ലാ നാമങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് പ്രാർത്ഥന ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. എന്താ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ ഫലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. പ്രാർത്ഥനയുടെ അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീയാണല്ലോ പൊറുക്കുന്നവൻ, നീയാണല്ലോ കരുണ ചൊരിയുന്നവൻ. അപ്പോൾ റിസ്ക് നൽകുന്ന റബ്ബേ, എനിക്ക് നീ റിസ്ക് നൽകണമേ. പാപം പൊറുക്കുന്ന ഗാഫിറും ഗഫാറും തവ്വാബും റഹ്മാനും റഹീമും അഫുവുമായ അല്ലാഹ്, എന്റെ പാപം നീ പുറത്തു തരണേ. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ, നാമങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് സമീപിക്കുക എന്നുള്ളതാണ്, നാമങ്ങൾ ഇടയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള തവസ്സുൽ വസീല. രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ സിഫത്താണ്, അതാണ് റഹ്മത്ത് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞു ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹിന്റെ സിഫത്താണ്. മൂന്നാമത്തേത് അള്ളാഹുവിന്റെ അഫ്ആലുകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ള. നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹീമിന് നീ കരുണ ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്ക് നീ കരുണ ചൊരിയണമേ. ഇബ്രാഹീമിന് നീ ബർക്കത്ത് ചൊരിഞ്ഞ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, നീ ഇബ്രാഹീമിന് ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്ക് ബർക്കത്ത് ചൊരിയണമേ. ഇബ്രാഹിം നബിക്ക് കരുണ ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബിക്ക് കരുണ ചൊരിയണമേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്ആലുകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രോഗം മാറ്റിയതുപോലെ, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയെ തൂഫാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുപോലെ, ബദറിൽ നീ മലക്കുകളെ ഇറക്കി സഹായിച്ചതുപോലെ, അള്ളാഹുവിന്റെ അഫ്ആലുകൾ വെച്ച് നമുക്ക് പടച്ചറബിനോട് പ്രാർത്ഥിക്കാം, പടച്ചറബിലേക്ക് അടുക്കാം. അപ്പോൾ ഒന്നാമത്തത് അള്ളാഹുവിന്റെ അസ്മാഅകളാണ്, രണ്ടാമത്തെ അള്ളാഹുവിന്റെ സിഫാത്തുകളാണ്, മൂന്നാമത്തത് അള്ളാഹുവിന്റെ അഫ്ആലുകൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്, നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാവുന്നതാണ്. നാലാമത്തത് ഈമാൻ മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, അല്ലാഹുവേ, ഞങ്ങളിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു പടച്ചോനെ, നിന്നിൽ ശിർക്ക് ചെയ്യാത്തവനാണ് പടച്ചോനെ, നിന്നിൽ പങ്കു ചേർക്കാത്തവനാണ് പടച്ചോനെ, നിന്നെ ഈമാനുള്ളവനാണ് പടച്ചോനെ, നിന്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ചവനാണ് പടച്ചോനെ, അതുകൊണ്ട് നീ എനിക്ക് പാപങ്ങൾ പുറത്തു തരേണമേ. അവിടെ എന്താണ് മുന്നിൽ വെച്ചിരിക്കുന്നത്? മനസ്സിന്റെ ഇബാദത്ത്, അത് ഈമാൻ. ആ ഈമാനിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈമാൻ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥനകൾ ഉയർത്താം, റബ്ബിലേക്ക് അടുക്കാം എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം മറ്റൊരു ആയത്തിൽ കാണാം, റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബ്നാ മഅ ശാഹിദീൻ. അല്ലാഹുവേ, ഞങ്ങളിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങൾക്ക് ഇറക്കിയ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വത്തബഅന റസൂല, ഞങ്ങൾ നിന്റെ റസൂലിനെ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അവിടെ മുന്നിൽ വെച്ചത് ഇത്തിബാഉർ റസൂലാണ്, ഞങ്ങൾ റസൂലിനെ പിൻപറ്റുന്ന യഥാർത്ഥ സുന്നികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന യഥാർത്ഥമായിട്ടുള്ള മുത്തബിഉ സുന്നയാണ് ഞങ്ങൾ. ഇത്തിബാഉൽ ഹവ, ഇച്ഛയുടെ ആളുകളല്ല, ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ വാക്കുകളെ പിൻപറ്റുന്നവരല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാണ്. അവിടെ ഇത്തിബാഉർ റസൂൽ എന്നതിനെയാണ് ഇടയിൽ വെച്ച് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാനൊരു മുഅ്മിനാണ് പടച്ചോനെ, ആ ഈമാനിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനൊരു മുത്തബിഉ സുന്ന, പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് ഞാൻ താടി വളർത്തുന്നത്, ഞാൻ നെരിയാണിക്ക് മീതെ വസ്ത്രം ധരിക്കുന്നത്, അത് പാലിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് പടച്ചറബേ, എന്റെ ആവശ്യങ്ങൾ നീ നിർവഹിച്ചു തരണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് പ്രാർത്ഥനകൾ ഉയർത്താവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇത്തിബാഅ് അത് നമുക്ക് മുന്നിൽ വെക്കാവുന്നതാണ്. ആറാമത്തെ കാര്യം സഹോദരന്മാരെ, സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പടച്ചറബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഗുഹാമുഖം അടഞ്ഞുപോയ 3 പേരുടെ കഥ, ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെയാൾ പറഞ്ഞത്, തന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ മക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറുള്ളൂ. ഒരിക്കൽ ഭക്ഷണവുമായി വന്നപ്പോൾ മാതാപിതാക്കൾ ഉറങ്ങിയിട്ടുണ്ട്. എന്റെ മക്കൾ എന്റെ കാൽ കീഴിൽ കിടന്ന് കരഞ്ഞിട്ടും ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ അവർക്ക് കൊടുക്കാൻ തയ്യാറായില്ല. എന്റെ മാതാപിതാക്കൾ ഉണരും വരെ അവരുടെ ഡോറിന്റെ മുന്നിൽ ഞാൻ ഇരുന്നു. പടച്ചോനെ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബിർറുൽ വാലിദൈൻ, അതാണ് അദ്ദേഹം മുന്നിൽ വെച്ചത്. അല്ലാഹുവേ, ഈ മാതാപിതാക്കൾക്ക് ഞാൻ ചെയ്ത ഈ നന്മ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെയാൾ മുന്നിൽ വെച്ചത് ഇഫ്ഫത്താണ്, ചാരിത്രം.
അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. ക്ഷാമകാലത്ത് ആ പെണ്ണ് വന്ന് സഹായം ചോദിച്ചപ്പോൾ അദ്ദേഹം തന്റെ മനസ്സിലുള്ള ആ ആഗ്രഹം, വ്യഭിചാരത്തിലുള്ള ആ ഒരു ആഗ്രഹം പെൺകുട്ടിയോട് പങ്കുവച്ചു. നിർബന്ധ സാഹചര്യത്തിൽ അവർ അതിന് വഴങ്ങി. അവളുമായിട്ട് ശരീരം പങ്കുവെക്കാൻ നിൽക്കുമ്പോൾ ആ പെണ്ണ് അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾക്കിതിന് സാധിക്കും? അള്ളാഹു അനുവദിക്കാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ വ്യാപൃതനാകും എന്ന് ചോദിച്ചപാടെ അയാൾ എണീറ്റോടി. ഇഫ്ഫത്ത്, ചാരിത്രം, തിന്മയിൽ നിന്ന് മാറി നിന്ന് പടച്ചോനെ, ഞാൻ ഇന്ന വലിയൊരു തിന്മക്കൊരവസരമുണ്ടായപ്പോൾ ഞാൻ നിന്നെ ഭയന്നിട്ടാണ് പടച്ചോനെ മാറി നിന്നത്. അത് മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഗുഹാമുഖം പാതിയിലധികം തുറന്നു. മൂന്നാമത്തെയാളുടെ പ്രാർത്ഥന അമാനത്തിന്റെ വിഷയത്തിലാണ്. അള്ളാഹുവേ, ഒരു ജോലിക്കാരൻ വന്നു, കൂലി വാങ്ങാതെ പോയി. ആ കൂലിക്ക് ഞാൻ ഒരു ഉരുവിനെ വാങ്ങി. അത് പെറ്റുപെരുകി ഒരു താഴ്വാരം നിറച്ചും അതിന്റെ മക്കളായി. വർഷങ്ങൾക്കിപ്പുറം ജോലിക്കാരൻ കൂലി ചോദിച്ചപ്പോൾ താഴ്വാരം നിറച്ചുള്ള ഉരുക്കള മുഴുവൻ അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു. കാരണം അതിന്റെ മൂലധനം അദ്ദേഹത്തിന്റേതാണ്. അതിന്റെ മൂലധനം അദ്ദേഹത്തിന്റേതാണ്. ആ അമാനത്ത്, ബിർറുൽ വാലിദൈൻ, ഇഫ്ഫത്ത്, ഇതെല്ലാം മുന്നിൽ വെച്ച് ഗുഹാവാസികൾ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഗുഹാമുഖം തുറന്നു കൊടുത്തു. അപ്പോൾ ഇടയിൽ വെക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എന്താണ്? ഹക്ക് ജാഹ് ബർക്കത്തുകളെയല്ല, മരിച്ചുപോയ ശുഹദാക്കളെയും ബദരീങ്ങളെയും തങ്ങന്മാരെയും ബീവിമാരെയും ഇടയിൽ വെച്ച് പ്രാർത്ഥിക്കാനല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ വെക്കാനല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ, അതുപോലെ തന്നെ അമാലു സ്വാലിഹാത്തുകൾ, നമ്മുടെ ഈമാൻ, നമ്മുടെ ഇത്തിബാ, ഇതിനെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇടയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് അള്ളാഹുവിന്റെ ദീന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി ഉർവയെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദീനാർ പണം കൊടുത്ത് ആടിനെ വാങ്ങാൻ വേണ്ടി പറഞ്ഞയച്ചു. അദ്ദേഹം അങ്ങാടിയിൽ ചെന്ന് ഒരു ദീനാർ കൊണ്ട് റസൂലുള്ള പറഞ്ഞ പോലെയുള്ള സിഫാത്തുകൾ ഒത്തിണങ്ങിയ, ഗുണഗണങ്ങൾ ഒത്തിണങ്ങിയ 2 ആടുകൾ വാങ്ങി. 2 ആടിനെയുമായിട്ട് അദ്ദേഹം തിരിച്ചു പോരുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ആടാണ്. പ്രവാചകൻ ഒരു ആടിനെയാണ് വാങ്ങാൻ പറഞ്ഞത്. പക്ഷെ കയ്യിൽ 2 ആടുകളുണ്ട്. തിരിച്ചു വരുന്ന സമയം ഒരാൾ ആടിനെ വിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിലൊരു ആടിനെ വിറ്റു. ഒരു ദീനാറിന് കൂട്ടത്തിൽ ഒരു ആടിനെ വിറ്റു. എന്നിട്ട് ഒരാടും ഒരു ദീനാറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ സഫഖതി യമീനി, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളിലും നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഹാനായ സ്വഹാബി ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നത്, കൂഫ മാർക്കറ്റിൽ ഞാൻ കച്ചവടം നിർവഹിക്കും. ഓരോ ദിവസവും 4000 ദീനാർ ലാഭവുമായിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങാറുള്ളത്. ഞാൻ ഭൂമിയിൽ നിന്ന് മണ്ണ് വാരി വിൽപ്പന നടത്തിയാലും എനിക്കതിൽ നിന്ന് ലാഭം കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് തിരക്കാവണമെന്നൊന്നുമില്ല. ഭൂമിയിൽ നിന്ന് മണ്ണ് വാരി എടുത്തിട്ട് ഞാൻ വിറ്റാലും എനിക്കത് ബർക്കത്തിറങ്ങുമായിരുന്നു, എനിക്കതിന്റെ ലാഭം കിട്ടുമായിരുന്നു എന്ന് ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മടുപ്പില്ലാതെ, ചടപ്പില്ലാതെ, അമർഷമില്ലാതെ, വെറുപ്പില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയും ചെയ്താൽ നമുക്കതിനുള്ള ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ ഏറ്റവും അർഹനായവൻ നമ്മൾ തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ ഏറ്റവും അർഹൻ തങ്ങളും ബീവിയും വേറെ ഏതെങ്കിലും ആളല്ല. ഏറ്റവും അർഹൻ അയാൾ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫഇൻയംസസ്കല്ലാഹു ബിദുർറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിച്ചാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് മാറ്റിത്തരാൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിക്കുകയും വഇൻയംസസ്കല്ലാഹു ബിദുർറിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും ബാധിച്ചു എന്നിട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്കത് മാറ്റിത്തരാനുള്ളത്? അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒന്നാമത്തെ സന്ദർഭമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ എന്താ അറിയോ? ബുദ്ധിമുട്ട് ബാധിക്കുക എന്നാണ്. ബുദ്ധിമുട്ട് ബാധിക്കുക, അത് പടച്ച ഞമ്മക്ക് തന്ന വലിയൊരു ഡോറാണ്. പ്രയാസം ബാധിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനാവും.
നമ്മൾ അക്ഷമ കാണിച്ച് പലതും ചെയ്തു കൂട്ടും. നമ്മുടെ ഉള്ള ബന്ധങ്ങളും ഉള്ള ആളുകളും എല്ലാവരോടും അതിന്റെ ഒരു പകയും ദേഷ്യവും ആ ഫ്രസ്ട്രേഷനൊക്കെ തീർത്തിട്ട് അവസാനം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അല്പനേരം ശാന്തമായിരുന്ന് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന സിറ്റുവേഷനെ കുറിച്ചൊന്ന് ചിന്തിച്ച് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് അതൊന്ന് മനസ്സുകൊണ്ട് സമ്മതിച്ച് പടച്ചവനോടൊന്ന് ആത്മാർത്ഥത പ്രാർത്ഥിക്കുക. തന്റെ കുട്ടി നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പരിതപിക്കാൻ നിന്നില്ല. ഇന്നമാ അഷ്കൂ ബസ്തി വഹസ്നി ഇലല്ലാഹ്, അല്ലാഹുവേ എന്റെ എല്ലാ ദുഃഖവും എന്റെ എല്ലാ വിഷമവും എന്റെ എല്ലാ ആവശ്യങ്ങളും ഇതാ നിന്നിലേക്ക് ഉയർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് ഓടുന്നവരാണ് നമ്മൾ. ആ ഓട്ടത്തിന്റെ ഇടയിൽ അള്ളാന്റെ സഹായം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പ്രയാസങ്ങൾ എളുപ്പമാകാനുള്ള നിരവധി പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാനസികമായി സംഘർഷം നേരിടുമ്പോൾ ദുആ ഉൽ കർബ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ അലിയുൽ ഹലീം അൽ അദീമുൽ ഹലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലീമും അദീമുമാണ് എന്ന് വിളിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർദ് വ റബ്ബുൽ അർശിൽ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെയും അവന്റെ വലിപ്പത്തെയും മാഹാത്മ്യത്തെയും റബ്ബുസ് സമാവാത്തും റബ്ബുൽ അർദുമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അദീം. ഈ ഒരു പ്രാർത്ഥന ദുആ ഉൽ കർബാണ്, പ്രയാസമുണ്ടാവുമ്പോഴുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക, അതും പ്രയാസമുണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. മാനസികമായിട്ട് പ്രയാസങ്ങൾ നേരിടുമ്പോഴുള്ള പ്രാർത്ഥന നിരവധിയാണ്. അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്, നിന്നിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല പടച്ചവനെ. തൗഹീദ് പ്രഖ്യാപിക്കുക. പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തൗഹീദ് പ്രഖ്യാപിക്കുക. അല്ലാഹ് നീയല്ലാതെ ആരും തന്നെ ആരാധനക്കർഹനില്ല. ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സമുദ്രത്തിൽ അതിന്റെ ഇരുട്ട്, മനസ്സിലെ ഭീതിയുടെ ഇരുട്ട്, അല്ലെ, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, ഈ മൂന്ന് ഇരുട്ടിനകത്ത് നിന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത് എന്താ? തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതെ ഒരാളും ഉണ്ടാകരുത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയും ആ പടച്ച റബ്ബ് എനിക്കെല്ലാം അവലംബമായിട്ടുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തി എന്ത് വിഷമത്തിലും എന്ത് പ്രയാസത്തിലും ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രം നമ്മൾ വിളിക്കാനും ആ തൗഹീദ് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കാനും. ഏത് ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും നോക്കൂ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത്. ഇസ്തിഗ്ഫാറിന്റെ സയ്യിദാണ്, നേതാവാണ്. എങ്ങനെ തുടക്കം? അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹു നീയാണ് എന്റെ ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ റബ്ബ്. ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ ആരാധ്യനായിട്ട് ഒരാളും തന്നെ ഇല്ല പടച്ചോനെ. അത് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പാപങ്ങൾ പടച്ചവനോട് ഏറ്റുപറയുന്നത്. അതുകൊണ്ട് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പ്രഖ്യാപിക്കാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘടകവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറി നിൽക്കാനും തയ്യാറാകണം. പരമ്പരാഗതമായിട്ട് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മിലുണ്ടാകാം. തങ്ങന്മാർക്കും ബീവിമാർക്കും ബദരീങ്ങൾക്കും ശുഹദാക്കൾക്കുമൊക്കെ കൊടുക്കേണ്ട സ്ഥാനത്തിലപ്പുറം വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് അവരിടയിൽ നിർത്തി അവരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ജാഹ് കൊണ്ട് അവരുടെ ഹക്ക് കൊണ്ട് എന്നൊക്കെ പ്രാർത്ഥിച്ച് ശീലിക്കുകയും അത്തരം പ്രാർത്ഥനകൾ വണ്ടിയിലൊട്ടിക്കുകയും വീട്ടിൽ തൂക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണെന്ന് മനസ്സിലാക്കി ശരിയായ തൗഹീദിലേക്ക് ശരിയായ സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങുകയും പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു വഴിയായിട്ട് അനുവദിച്ച തവസ്സുലായിട്ട് പണ്ഡിതന്മാർ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലം പള്ളിയിൽ ഒരു അറാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകരെ ഞങ്ങളുടെ തോട്ടങ്ങളെല്ലാം നശിച്ചുപോയി, എല്ലാം വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയെ അങ്ങ് എന്ന് നബിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പ്രവാചകൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കനത്ത മഴ വന്നു. ഒരാഴ്ചത്തോളം തുടർച്ചയായി മഴ പെയ്തു എന്നാണ് പറയുന്നത്. വെള്ളം പൊങ്ങിത്തുടങ്ങി. അയാൾ വീണ്ടും വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ മഴ ശക്തി കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് മഴ നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ ഇത് നമുക്ക് അനുവദിച്ച കാര്യമാണ്. നമ്മുടെ ഒരു വിഷമം നമുക്ക് ബാധിക്കുമ്പോൾ അതിന് പ്രാർത്ഥിക്കാൻ ഏറ്റവും അർഹൻ നമ്മളാണ്. അതോടൊപ്പം നമുക്ക് മറ്റുള്ളവരോട് എന്ത് ചെയ്യാം? നല്ല സ്വാലിഹീങ്ങളോട്. അങ്ങനെ സ്വാലിഹ ആരാ ഉള്ളത് ഇന്നത്തെ കാലത്ത്?
അതുകൊണ്ട് സ്വാലിഹീങ്ങളായ ആളുകളോട് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടാം എന്നുള്ളത് ഇസ്ലാം നമുക്ക് അനുവദിച്ച കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമർ ഖത്താബിന്റെ കാലത്ത് ഇതുപോലെ ക്ഷാമമുണ്ടായപ്പോൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഇതാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ നിന്നിലേക്ക് ഞങ്ങൾ വസീലയാക്കും. നബിയുള്ള കാലത്ത് നബിയായിരുന്നു ഞങ്ങൾ മുന്നിൽ നിർത്തിയിരുന്നെങ്കിൽ ഇതാ ഇന്ന് ഞങ്ങൾ നബിയില്ലാത്ത സമയത്ത് നബിയുടെ പിതൃവ്യൻ അബ്ബാസിനെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് നേതൃത്വം കൊടുക്കുകയും അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതും നമുക്ക് അനുവദിച്ച ഒരു തവസ്സുലായിട്ട് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ശരിയായ രീതിക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട്, സിഫാത്തുകൾ കൊണ്ട്, അഫ്ആലുകൾ കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഈമാൻ കൊണ്ട്, നമ്മുടെ ഇത്തിബാ കൊണ്ട്, നമ്മുടെ അമാലു സ്വാലിഹാത്തുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക. നല്ല ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. ഇങ്ങനെ പടച്ച റബ്ബിലേക്ക് അടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും നീക്കിത്തരുമാറാവട്ടെ. നമ്മുടെ നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു സഫലമാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സമയത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അറിവിൽ, നമ്മുടെ കഴിവിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ, എല്ലാറ്റിലും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സമയം അതിവേഗതയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനും പടച്ച റബ്ബിന്റെ ഏറ്റവും മുഖറബായ, ഏറ്റവും അടുത്ത ദാസനായി മാറാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പല സാഹചര്യങ്ങൾ കൊണ്ട്, സന്ദർഭങ്ങൾ കൊണ്ട് നിരവധി തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.